എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവനോട് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പോലും ശരീരഭാഷയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. തുല്യരായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ എന്നതിൽ നിന്ന് മാറി ഒരു ആശ്രിത രാഷ്ട്രത്തിന്റെ ആശ്രിതനായ ഒരാൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ അത്രയും. ഉപജാപക സംഘങ്ങളുടെ അല്ലെങ്കിൽ ഈ അജ്ഞാനുവർത്തികളായിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ജെന്യൂൻ ആയിട്ടുള്ളൊരു മറുപടി പറയാനുള്ള അറിവില്ലാത്ത ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. പ്രോംപ്റ്റർ ഒന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനറിയില്ല. വാസ്തവത്തിൽ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളോ അല്ലെങ്കിൽ നയതന്ത്രപരമായ കാര്യങ്ങളോ ഒക്കെ സംസാരിക്കാനുള്ള അറിവോ വിവേകമോ ഒന്നുമില്ലാത്ത അകംപൊള്ളയായ സംഘപരിവാറിന്റെ പ്രചരണ സംവിധാനങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂണ് മാത്രമാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് വാസ്തവം. മൻമോഹൻ സിംഗ് അദ്ദേഹം മൗനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പത്രക്കാരെ കാണുന്നതിലൊന്നും ഒരു പിശുക്കും കാണിച്ചിട്ടുള്ള ആളല്ല. ഏകപക്ഷീയമായ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് ഒക്കെ എന്താണ്, ഇങ്ങോട്ടൊന്നുമില്ല, എല്ലാം അങ്ങോട്ടേ ഉള്ളൂ. ആ പൊതുയോഗങ്ങളിലൊക്കെ നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഹിന്ദി കുറച്ചുകൂടി അഗ്രസീവായ തരത്തിൽ അദ്ദേഹം ഇങ്ങനെ എതിരാളികളെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കും. അവിടുത്തെ ഒരു സൗകര്യം എന്താന്ന് വെച്ചാൽ തിരിച്ചൊരു ചോദ്യം ഇല്ലല്ലോ. അതായത് കഴിഞ്ഞ ദിവസം ഒരു നയതന്ത്ര വിദഗ്ധൻ അഭിപ്രായപ്പെടുകയുണ്ടായി, ഈ PMOയിലെ ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ മോദി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്, യാതൊരു സംശയമില്ല. 150 കോടി മനുഷ്യർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയ മാർക്കറ്റ് ഉണ്ട്, ഇങ്ങനെ നാനാതരം കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ മാർക്കറ്റും ഒഴിച്ചുകൂടാനാകാത്തതാണ്. അതുകൊണ്ട് ഇന്ത്യയൊന്നും അവർ കൈവിടില്ല. നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയെ മാനിക്കുന്നതിൻ്റെ ഒരു കാര്യം, അവരുടെ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ വിറ്റഴിക്കാനോ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് അവർക്ക് ബഹുമാനിക്കാതിരിക്കാനോ അവർക്ക് മാനിക്കാതിരിക്കാനോ പരിഗണിക്കാതിരിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള വലുപ്പം ആ മേഖലയിൽ ഇന്ത്യക്കുണ്ട്. പക്ഷെ മോദി പുറത്തു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ, ധാരാളം വീഡിയോസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയൊരു വീഡിയോ ആണ്, ജോ ബൈഡനുമായിട്ട് അദ്ദേഹം, അമേരിക്കയുടെ പഴയ പ്രസിഡന്റ് ബൈഡനുമായിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വൈൻ ഗ്ലാസ് പിടിച്ചിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അന്താരാഷ്ട്ര മര്യാദകളുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഒരു തീൻമേശയിൽ എങ്ങനെ പെരുമാറണം, ഒരു മദ്യപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഭക്ഷണ മേശയിലെ ഒരു മര്യാദയുണ്ട്. ഇങ്ങനെ പലതുണ്ട്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ഇതിനൊന്നും സംബന്ധിച്ചറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ വൈൻ ഗ്ലാസ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഗ്ലാസ് പിടിക്കുന്നത് സംബന്ധിച്ച് ബൈഡൻ പറയാണ്, അപ്പം മോദിക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് ഒരു അപകടമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഒരു തെറ്റുണ്ട് എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. മോദി പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ നെറ്റിലൊക്കെ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റും. മോദി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈഡൻ എന്തോ അതിലൊരു കമന്റ് പറയുന്നുണ്ട്, എന്താണ് ഇയാളുടെ ഒരു അവസ്ഥ എന്ന മട്ടിൽ കമന്റ് പറയുന്നുണ്ട്. ഇങ്ങനെ എവിടെ ചെന്നാലും എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവനോട് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പോലും ശരീരഭാഷയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നിങ്ങളിപ്പോൾ ട്രംപൊക്കെ ആയിട്ടുള്ള മോദിയുടെ ഒരു ഇന്ററാക്ഷൻസിന്റെ ധാരാളം ഫോട്ടോഗ്രാഫുകളും വീഡിയോ ഒക്കെ തന്നെ നെറ്റിലൊക്കെ തിരഞ്ഞാൽ കിട്ടും. അതിലൊക്കെ ഒരു തുല്യരായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ എന്നതിൽ നിന്ന് മാറി ഒരു ആശ്രിത രാഷ്ട്രത്തിന്റെ ആശ്രിതനായ ഒരാൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ അത്രയും എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറയും വേണ്ട, നമുക്ക് പല സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള ട്രോളുകളൊക്കെ വന്നതാണല്ലോ. ഈ പ്രോംപ്റ്റർ ഒന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനറിയില്ല. വാസ്തവത്തിൽ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളോ അല്ലെങ്കിൽ നയതന്ത്രപരമായ കാര്യങ്ങളോ ഒക്കെ സംസാരിക്കാനുള്ള അറിവോ വിവേകമോ ഒന്നുമില്ലാത്ത അകംപൊള്ളയായ സംഘപരിവാറിന്റെ പ്രചരണ സംവിധാനങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂണ് മാത്രമാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ
ധാരാളം വിഡിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു 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 ഗൗരവ ബുദ്ധിയുള്ള ഇന്ത്യയിലെ, ഇന്ത്യക്ക് വെളിയിൽ പോട്ടെ, ഇന്ത്യയിലെ ഒരു പത്രപ്രവർത്തകയെ, ഒരു ഒരു മാധ്യമ പ്രവർത്തകരെ അദ്ദേഹത്തിന് എന്താ പറയുക, അവരുമായിട്ട് ഒരിക്കലും ഇന്ററാക്ട് ചെയ്യാൻ മോദിക്ക് സാധിക്കില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ കരൺ താപ്പറിന്റെ ഒക്കെ ഇന്റർവ്യൂ എന്നൊക്കെ അദ്ദേഹം ഇറങ്ങിപ്പോയതിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഈ ഉപജാപക സംഘങ്ങളുടെ അല്ലെങ്കിൽ ഈ അജ്ഞാനുവർത്തികളായിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ജെന്യൂൻ ആയിട്ടുള്ളൊരു മറുപടി പറയാനുള്ള അറിവില്ലാത്ത ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി എന്നതുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്താത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കരൺ താപ്പറിനെ പോലെയുള്ള അല്ലെങ്കിൽ രാജ്ദീപ് സർദാർശയെ പോലെയുള്ള ഒരാളുമായിട്ട് ഇന്റർവ്യൂ നടത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. മുൻകാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാം പത്രപ്രവർത്തകരുമായി, മാധ്യമ പ്രവർത്തകരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരല്ലേ. ജവഹർലാൽ നെഹ്റു തൊട്ട് ആരാണ് മാധ്യമ പ്രവർത്തകരെ ഭയപ്പെട്ടിട്ടുള്ളത്? നമുക്ക് അവരോടൊക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോ മൻമോഹൻ സിംഗ്, അദ്ദേഹം മൗനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പത്രക്കാരെ കാണുന്നതിലൊന്നും ഒരു പിശുക്കും കാണിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര വളരെ എന്താ പറയുക, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ അദ്ദേഹം എത്ര പണ്ഡിതനായിട്ടുള്ള മനുഷ്യനാണ്, എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, അതൊക്കെ അറിയാവുന്ന ആളല്ലേ. അതുകൊണ്ട് അവരെല്ലാം പത്രക്കാരെ കണ്ടിരുന്നു. ഈ ഒരാൾ എന്നില്ല, ഇന്ത്യയുടെ ചരിത്രത്തിലെ നെഹ്റു മുതൽ വാജ്പേയിയും കണ്ടിരുന്നില്ലേ, മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പത്രപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരെ നിരന്തരമായി കണ്ടിരുന്നു. അവരുടെ ചോദ്യങ്ങളെ നേരിട്ടിരുന്നു, അവരുടെ വിമർശനങ്ങൾക്ക് മറുപടികൾ നൽകിയിരുന്നു. മോദിക്ക് അതിന് സാധിക്കില്ല. പക്ഷെ അദ്ദേഹം പൊതുയോഗങ്ങളിലൊക്കെ നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഹിന്ദി കുറച്ചുകൂടി അഗ്രസീവായ തരത്തിൽ അദ്ദേഹം ഇങ്ങനെ എതിരാളികളെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കും. അവിടുത്തെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചൊരു ചോദ്യമില്ലല്ലോ. അപ്പൊ തിരിച്ചൊരു ചോദ്യവുമില്ലാത്ത ഏകപക്ഷീയമായ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് ഒക്കെ എന്താണ്, ഇങ്ങോട്ടൊന്നുമില്ല, എല്ലാം അങ്ങോട്ടേ ഉള്ളൂ. കാരണം ഇങ്ങോട്ടേക്കൊരു ചോദ്യം വന്നാൽ അതിനെ നേരിടാനുള്ള അറിവില്ല നരേന്ദ്രമോദിക്ക് എന്നതാണ് വസ്തുത.